കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം വലിയൊരു കാര്യം അവിടുന്ന് ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. നാരായണൻ എന്ന് പറയുന്ന ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യൻ, ആരുമില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ മരിച്ചുപോയി, ആരും നോക്കാനില്ല. ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ ഈ ഇർഫാന എന്ന് പറയുന്ന സഹോദരി, ജനപ്രതിനിധി, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നുകൊണ്ട് ആ മയ്യത്തെടുത്ത്, ആ മൃതശരീരം എടുത്തുകൊണ്ട് സംസ്കരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അല്ലാഹുവേ, എല്ലാവരും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ, എതിർത്ത് പറയുമ്പോൾ, എങ്ങനെങ്കിലും ഒന്ന് താറടിച്ച് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എത്ര മാതൃകാപരമായ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്തിനോട് അവിടുന്ന് പറയുന്ന, സഹാബോ, ഏതൊരു ശരീരത്തെയും നമ്മൾ ബഹുമാനിക്കണം സഹാബോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഒരു മയ്യത്ത് വരുമ്പോൾ എഴുന്നേൽക്കുകയാണ്. അങ്ങാടിയിൽ വെച്ചുകൊണ്ട് അതാ ഒരു മയ്യത്തിനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സഹാബത്ത് വന്നുകൊണ്ട് പറയുന്ന, നബിയേ, അതൊരു മുസ്ലിമിന്റെ മയ്യത്തല്ല നബിയേ, അതൊരു മുസ്ലിമിന്റെ മയ്യത്തല്ല നബിയേ, അതൊരു കാഫിറായ മനുഷ്യന്റെ മയ്യത്താണ് നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, ഏത് മനുഷ്യനാണെങ്കിലും, ഏത് ജീവിയാണെങ്കിലും അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ആത്മാവ് വഹിച്ചിരുന്ന ശരീരമാണല്ലോ, അത് അല്ലാഹുവിന്റെ ശരീരമാണോ, അത് അല്ലാഹു നൽകിയ ശരീരമാണോ സഹാബോ. അതുകൊണ്ട് ആ ശരീരത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു പ്രവണതയാണ് അവിടുന്ന് കാണിച്ചത്. ആരുമായി കൊള്ളട്ടെ, ഇസ്ലാമിനെ തെരുവിളിച്ചവനായി കൊള്ളട്ടെ, ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചവനായി കൊള്ളട്ടെ, ഇസ്ലാമിനെതിരെ കൊടി പിടിച്ചുകൊണ്ട് നടന്നവനായി കൊള്ളട്ടെ, അവനൊരവസ്ഥ വന്ന സമയത്ത് അവന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് അവന് വേണ്ടുന്ന സഹായങ്ങൾ അവിടുന്ന് ചെയ്തു കൊടുക്കുകയാ. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണമടോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇർഹമൂ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യത്തോടെ നോക്കണേ, പ്രവർത്തിക്കണേ. എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ ഇത് പഠിച്ചവരെങ്ങനാ മാറി നിൽക്കുന്നത്? അല്ലാഹുവേ, ക്യാൻസർ വന്നുകൊണ്ട് മരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, തന്റെ അയൽവാസികളും കുടുംബങ്ങളും നാട്ടുകാരും തന്നോടൊപ്പം നിന്നവരും ഒരാൾ പോലും നോക്കാതിരിക്കുകയാണ്, ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ്. അല്ലാഹുവേ, മനുഷ്യ സ്നേഹികൾ കടന്നു വരികയാണ്. ഇർഫാന എന്ന് പറയുന്ന മനുഷ്യ സ്നേഹി എന്റെ പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ടത് അവരുടേതായ കർമ്മത്തിന് അവിടുന്ന് സംസ്കരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഇതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ഭാഗത്ത് നിന്ന് ജിഹാദി എന്ന് വിളിക്കുമ്പോൾ, ഒരു ഭാഗത്ത് നിന്ന് തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ടതാ മുഴക്കുമ്പോൾ, ഇവരെല്ലാം തീവ്രവാദികളാണ്, ഇവരെല്ലാം ജിഹാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടോ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നടന്നു പോകുമ്പോൾ അതാ ഒരു സ്ത്രീ വന്നുകൊണ്ട് എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴിയിൽ വേസ്റ്റ് കൊണ്ടിടുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് വേസ്റ്റ് കൊണ്ടുവന്നിടുമായിരുന്നു. ചപ്പും ചവറുകളും അല്ലാഹുവേ വേസ്റ്റുകൾ കൊണ്ടുവന്നിടുമ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതുവഴി ഏത് സമയത്ത് നടന്നു പോയാലും ആ വേസ്റ്റ് കൊണ്ടുവന്നിടുമായിരുന്നു. ഒരിക്കൽ
അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ, ആ സ്ത്രീയെ അവിടുന്ന് കാണാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അന്വേഷിക്കുകയാണ്. ഞാൻ എപ്പോ ഈ വഴി നടന്നു പോയാലും എന്റെ മുന്നിൽ വേസ്റ്റ് ഇടുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എന്നെ തെറി വിളിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവൾ എവിടെ പോയി എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ അതാ അവിടുത്തെ നാട്ടുകാര് പറയുകയാണ്, അവൾക്ക് സുഖമില്ലാതെ കിടക്കുകയോ, എവിടെ അവളുടെ വീട് എവിടെയാണോ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അല്ലാഹുവേ, രോഗം പിടിച്ചു കിടക്കുന്ന ആ സ്ത്രീയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട്, നിന്നെ ഇന്ന് കാണാത്തപ്പോ ഞാൻ അന്വേഷിച്ചു, അപ്പോ നിനക്ക് പനിയാണ്, രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് വന്നതാണോ? അല്ലാഹുവേ, ആ പെണ്ണവിടുന്ന് പൊട്ടിക്കരയുകയോ, ആ പെണ്ണവിടുന്ന് പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന, നബിയേ, നിങ്ങളുടെ യഥാർത്ഥ നബിയാണ് മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ്. ഒരു പ്രവാചകനല്ലെങ്കിൽ ഇവിടെ വരാൻ സാധിക്കുകയില്ല. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ എപ്പോഴും നിങ്ങളെ ആക്രമിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ പോലും ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റ് കൊണ്ടിട്ടവളാ. അതുകൊണ്ട് നിങ്ങളെ എന്നെ തല്ലേണ്ടവളാണ്, നിങ്ങൾ എന്നെ ആക്രമിക്കേണ്ടവളാണ്. ഈ സമയത്ത് നിങ്ങൾ പൊട്ടിച്ചിരിക്കേണ്ടവരാണ്. എന്നാൽ എനിക്കൊരാപത്ത് വന്നപ്പോൾ, പനി വന്നപ്പോ, രോഗം വന്നപ്പോൾ എന്റെ മുന്നിൽ വന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കണമെങ്കിലോ നിങ്ങൾ ലോകത്തിന്റെ നേതാവ്, നിങ്ങൾ ലോകത്തിന്റെ നേതാവാണെന്ന് ആ സ്ത്രീ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വമാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ ദീൻ പഠിച്ചവർ ഒരാളെയും ആക്രമിക്കാൻ കഴിയില്ലടോ, ഒരാൾക്ക് പോലും ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ലടോ. അല്ലാഹുവേ, നിനക്ക് ഈമാനുണ്ടോ എന്നറിയുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഒരു മനുഷ്യന് ഈമാനുണ്ടോ എന്നറിയുന്നത് എങ്ങനെയാണെന്നറിയുമോ? നിങ്ങൾ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലതാ ഒരു കല്ല് കിടന്നാൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് ഈ കല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ തടസ്സം മാറ്റി കൊടുക്കുന്നവനാണോ എന്റെ ഈമാനിൽ പെട്ടവന്, എന്റെ ഇസ്ലാമിൽ പെട്ടവന്, എന്റെ ഉമ്മത്തിൽ പെട്ടവനെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങൾ, തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നവനാണ് ഏറ്റവും ഈമാനുള്ളവൻ. അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അൽ മുസ്ലിം മുസ്ലിം അൽ മുസ്ലിമി. എന്റെ പ്രിയപ്പെട്ടവരും, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മറ്റുള്ളവരുടേതായ ശരീരം ഇവനെ തൊട്ട് പരിശുദ്ധനാണ്, ഇവനെ തൊട്ട് രക്ഷപ്പെട്ടവനാണ്. ഞാൻ ആരെയും ആക്രമിക്കാതിരിക്കുമ്പോൾ, ദ്രോഹിക്കാതിരിക്കുമ്പോൾ, അവന്റെ വെള്ളവും കരണ്ടും ഒന്നും തടഞ്ഞു വെക്കാതിരിക്കുമ്പോൾ, അപ്പോഴാണ് ഞാൻ യഥാർത്ഥ മുസ്ലിം ആവുന്നത് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.